നമസ്കാരം. 12 വർഷം നീണ്ട മോദി ഭരണത്തിനിടയിൽ ആദ്യമായാണ് സുപ്രധാനമായ ഒരു ബില്ല് പരാജയപ്പെടുന്നത്. വലിയ ആഘോഷമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയൊക്കെ പ്രതിപക്ഷ ഐക്യത്തിൻ്റെയും മോദിയുടെ തകർച്ചയുടെയും ആഘോഷം തുടരുന്നു. മോദി ഞെട്ടിപ്പോയി, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെയാണ് പ്രിയങ്ക ഗാന്ധി അവകാശപ്പെട്ടത്. വാസ്തവമാണോ ഈ അവകാശവാദം? അതിനോടനുബന്ധിച്ചിട്ടുള്ള ആദ്യത്തെ ചോദ്യം, പാർലമെൻറ്റിൽ 2/3 ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് എങ്ങനെയാണ് 2/3 ഭൂരിപക്ഷത്തിൽ 352 പേരുടെ പിന്തുണയിൽ ഈ ബില്ല് പാസ്സാകും എന്ന് കണക്കാക്കാൻ പറ്റുന്നത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബില്ല് പാസ്സാക്കിയെടുക്കാൻ മോദിയോ BJPയോ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അവരുടെ ഘടകകക്ഷികളോടെങ്കിലും അവർ സംസാരിക്കുമായിരുന്നു. TDPയുടെ പ്രതിനിധിയൊക്കെ പറഞ്ഞത് ഇങ്ങനൊരു ബില്ല് അവതരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും BJP നടത്തിയിട്ടില്ല എന്നാണ്. അതായത് അവർക്കറിയാമായിരുന്നു ഇത് വിജയിക്കില്ലെന്ന്. വിജയിക്കാൻ വേണ്ടി അവതരിപ്പിച്ച ബില്ലല്ലത്. ഇത് മനസ്സിലാക്കാതെയാണ് വാസ്തവത്തിൽ പ്രിയങ്ക ഗാന്ധി മുതൽ VT ബൽറാം വരെ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. പ്രതിപക്ഷം കരുതുന്നത് പോലെ ഇത്രയധികം പ്ലാനിംഗ് ഇല്ലാതെ, ഇത്രയധികം അബദ്ധം കാണിക്കാൻ മാത്രം വിഡ്ഢി കൂഷ്മാണ്ഡങ്ങളുടെ കൂട്ടായ്മയല്ല മോദിയും അമിത്ഷായും നേതൃത്വം കൊടുക്കുന്ന BJP. കൃത്യമായ ഒരു കെണിയൊരുക്കി ആ കെണിയിലേക്ക് അവർ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് തലയിട്ടതാണ്. ഈ ബില്ല് പാസ്സാവരുത് എന്ന് കരുതി തന്നെയാണ് ധൃതി പിടിച്ച് ഈ ബില്ല് അവതരിപ്പിച്ചത്. ഈ ബില്ല് കോൺഗ്രസ് പാർട്ടി നഖശിഖാന്തം എതിർക്കുമെന്ന് അവർക്കറിയാമായിരുന്നു, തോൽക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. തോൽക്കാൻ വേണ്ടിയാണ് അവർ ആ ശ്രമം നടത്തിയത്. അവരുടെ ആഗ്രഹം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തത്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ ഇപ്പോൾ കേസായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന തരത്തിൽ കേസായിട്ടുണ്ട്. ആ പ്രസംഗത്തിലുടനീളം അനേകം തവണ കോൺഗ്രസ് പാർട്ടിയുടെ പേരെടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി അധിക്ഷേപിച്ചിരുന്നു. കേസെടുക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം, അതിൻ്റെ ഭാവി എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ മോദിയുടെ കൃത്യമായ അജണ്ടയിൽ കോൺഗ്രസ് പാർട്ടി കൊണ്ടുപോയി തലവെച്ച് നഷ്ടം ചോദിച്ചു വാങ്ങി എന്ന് പറയുന്നത് തന്നെയാണ് യുക്തിഭദ്രമായ നിരീക്ഷണം. ഇപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ബംഗാളിലും തമിഴ്നാട്ടിലുമാണ് തെരഞ്ഞെടുപ്പ്. ഇതിൽ ബംഗാൾ BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. തമിഴ്നാട്ടിൽ ഒരു ഭാഗ്യപരീക്ഷണമാണ് കേരളത്തിൽ നടത്തുന്നത് പോലെ. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന അവസ്ഥയാണ്. എന്നാൽ ബംഗാളിൽ അങ്ങനല്ല. ബംഗാളിൻ്റെ ഭരണം പിടിക്കേണ്ടത് BJPയുടെ വലിയ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. അതിനുവേണ്ടി എത്രയോ കാലമായി അവർ പദ്ധതികളിടുന്നു. പല വഴികളും അവർ പരീക്ഷിച്ചു നോക്കി. ബംഗാളിൽ പിടിമുറുക്കിയാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പോട്ടുള്ള പോക്കിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവായി മാറും. എന്നാൽ BJPക്ക് ആത്മവിശ്വാസം തീരെയില്ല. അതുകൊണ്ട് തന്നെ അവർ അവസാനത്തെ സർജിക്കൽ സ്ട്രൈക്കുമായി രംഗത്ത് വന്നതാണ് ഈ വനിതാ സംവരണ ബിൽ. 2023 വനിതാ സംവരണ ബിൽ പാസ്സായതാണ്. അത് 2029 തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം അതിന് 2 നിബന്ധനയുണ്ടായിരുന്നു. ഒന്നാമത്തെ നിബന്ധന, ഇനി വരാൻ പോകുന്ന സെൻസസ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ സംവരണം നടപ്പിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ, അല്ലാതെ മണ്ഡല പുനർവിഭജനം നടക്കണം. ഈ രണ്ടും നടന്നു കഴിയുമ്പോൾ 2029 തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പിലാക്കാൻ കഴിയില്ല, 2034 മാറും. 2029 തന്നെ വനിതാ സംവരണം നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് 2023 വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ബില്ല് പാസ്സായിരുന്നിട്ടും പുതിയ ബില്ല് കൊണ്ടുവന്നത്. ആ ബില്ലിനെ കണക്ട് ചെയ്ത് മണ്ഡല പുനർവിഭജനം കൂടി കൊണ്ടുവന്നത് കൃത്യമായ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായിരുന്നു. ഇവിടെ കോൺഗ്രസ് പാർട്ടിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും വനിതാ സംവരണ ബില്ലിനെ തോൽപ്പിച്ചു, അതിന് ഭ്രൂണഹത്യ നടത്തി എന്നാണ് മോദി പറഞ്ഞത്. അങ്ങനെ സ്ത്രീകളെ കയ്യിലെടുക്കുക, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ബംഗാൾ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ പിന്തുണ ഉറപ്പാക്കുക, വനിതാ സംവരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന ഒരു തോന്നലുണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിൻ്റെ പിന്നിൽ. അത് ഒരു പരിധിവരെ വിജയിക്കും എന്നാണ് റിപ്പോർട്ട്. ബംഗാളിൽ ചെറിയൊരു ചലനം പോലും BJPക്ക് ഗുണകരമാവും. അതിനുവേണ്ടി തന്നെ അവർ കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നു. ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി വനിതകളുടെ പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ബംഗാളിൽ അട്ടിമറി നടക്കാം. കൃത്യമായ അജണ്ടയിൽ സെറ്റ് ചെയ്തു, അവതരിപ്പിക്കുന്നു, 2 ദിവസം കൊണ്ട് ചർച്ച നടത്തുന്നു, ബില്ലിനിട്ട് തോൽപ്പിക്കുന്നു. പിറ്റേ ദിവസം തന്നെ മോദി രംഗപ്രവേശം ചെയ്ത് പ്രസംഗിക്കുന്നു, രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നു. അങ്ങനെ കൃത്യമായ അജണ്ട അവർ ഉണ്ടാക്കി. മാത്രമല്ല, മണ്ഡല പുനർവിഭജന കാര്യത്തിലും കോൺഗ്രസ് പാർട്ടിയെയും പ്രതിപക്ഷ പാർട്ടികളെയും BJP പ്രതിക്കൂട്ടിലാക്കി. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് 82ാമത്തെ ഭരണഘടനാ വകുപ്പ് അനുസരിച്ച് മണ്ഡല പുനർവിഭജനം നടത്തേണ്ടത് ജനസംഖ്യാടിസ്ഥാനത്തിലാണ്. നിലവിലുള്ള നിയമമാണ്. നിയമം മോദി കൊണ്ടുവന്നതല്ല, കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് തന്നെ കൊണ്ടുവന്നതാണ്. എന്നാൽ അതിനൊരു വലിയ അനീതിയുണ്ട്. കാരണം ജനസംഖ്യാ നിയന്ത്രണം രാജ്യത്തിൻ്റെ പോളിസിയായിരുന്നു. ആ പോളിസി നടപ്പിലാക്കിയ കേരളമടക്കമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്നതിന് തുല്യമാണ്. ജനസംഖ്യാടിസ്ഥാനത്തിൽ വിഭജനം നടത്തിയാൽ
15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ ജനങ്ങൾക്കൊരു MP എന്ന ഒരു മാനദണ്ഡം എടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ MP മാരുടെ എണ്ണം കുറയും. 20 MP എന്നുള്ളത് 16 15 ആയി കുറയും. മാത്രമല്ല മലബാറിൽ MP മാരുടെ എണ്ണം അങ്ങനെ തന്നെ നിലനിർത്തുകയും തിരുവിതാംകൂറിലേക്ക് കുറയുകയും ചെയ്യും. ഇത്തരമൊരു സാഹചര്യം രൂപപ്പെടുന്നു. ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. ഉത്തർപ്രദേശിൽ 80 എന്നത് 120 130 ആകുമ്പോൾ ബീഹാറിലും മഹാരാഷ്ട്രയിലും കൂടുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കുറയുന്ന സാഹചര്യം ഉണ്ടാകും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ. ഇത് അന്യായമാണ്, അനീതിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ദക്ഷിണേന്ത്യ പൂർണ്ണമായും അവഗണിക്കപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കും. അധികാര കേന്ദ്രം വടക്കേ ഇന്ത്യയായി മാറും. ഇത് വെച്ചായിരുന്നു ഇതിനെ എതിർക്കാനിരുന്നത്. ഇത്തരത്തിലായിരുന്നു കട്ടിംഗ് സൗത്തുകാർ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ അമിത്ഷാ ഇതിൽ ഇടപെടുകയും അമിത്ഷാ ഒരു MP കൊണ്ടുവന്ന ഒരു ഭേദഗതിയെ അംഗീകരിക്കുകയും ചെയ്തു. എനിക്ക് 1 മണിക്കൂർ നിങ്ങൾ തന്നാൽ ഞാൻ ഈ 1 മണിക്കൂറിനുള്ളിൽ ഈ ഭേദഗതി ഇതിൽ കൊണ്ടുവന്ന് നടപ്പിലാക്കാമെന്ന് അമിത്ഷാ പറയുകയാണ്. അത് വളരെ ശ്രദ്ധേയമായൊരു ഭേദഗതിയായിരുന്നു. അതായത് ജനസംഖ്യാടിസ്ഥാനത്തിൽ മാറ്റം വേണ്ട, പകരം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇപ്പോഴുള്ള MP മാരുടെ എണ്ണം 50% കൂടി കൂട്ടുക. അതായത് ഉത്തർപ്രദേശിൽ 80 എന്ന് 120 ആക്കുക, കേരളത്തിൽ 20 എന്ന് 30 ആക്കുക. വാസ്തവത്തിൽ ഇത് ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു. ഈ ബില്ലിനെതിരെ, മണ്ഡല പുനർവിഭജനത്തിനെതിരെ ഉയർന്നു വന്നിരുന്ന എല്ലാ വികാരങ്ങളെയും തണുപ്പിക്കുന്ന തരത്തിലുള്ള നീക്കമായിരുന്നു. ഈ നീക്കം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ പാർട്ടിയും അട്ടിമറിച്ചു. അതായത് ഏറ്റവും നല്ല നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കുന്നു, ആ നിർദ്ദേശം അട്ടിമറിക്കപ്പെടുന്നു. വാസ്തവത്തിൽ എന്തുകൊണ്ട് നിയമത്തിൽ ഇത് നേരത്തെ ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യമൊക്കെ അവിടെയുണ്ട്. കൃത്യമായ രാഷ്ട്രീയമാണ്. പക്ഷേ ഇങ്ങനൊരു ഭേദഗതിക്ക് അവർ അനുകൂലമായ നിലപാടെടുത്തപ്പോൾ അതിന് യേസ് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിൽ പ്രതിപക്ഷത്തിന് ക്രെഡിറ്റ് കിട്ടുമായിരുന്നു. പകരം പ്രതിപക്ഷം അതിനെയും തോൽപ്പിച്ചു. ഇനി BJPയുടെ മുമ്പിലുള്ള സാധ്യത, അവർക്ക് വേണമെങ്കിൽ ഞങ്ങളിത് ഇങ്ങനെ പരീക്ഷണം നടത്തി വനിതാ സംവരണം കൊണ്ടുവരാൻ ശ്രമിച്ചു, എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായ ഉയർച്ച ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഇതിനെല്ലാം പ്രതിപക്ഷം തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് 82ാം ഭരണഘടന ആർട്ടിക്കിൾ അനുസരിച്ച് ജനസംഖ്യയാണ് ബാധകമാവുന്നത്, അതുകൊണ്ട് ഈ ജനസംഖ്യാടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങൾ വിഭജിക്കുന്നത് എന്ന് പറഞ്ഞ് നേരത്തെ ആശങ്കപ്പെട്ട തരത്തിൽ ഒരു വിഭജന സാധ്യത രൂപപ്പെടുകയാണ്. എന്ന് വെച്ചാൽ കേരളത്തിന് 20 എന്നുള്ളത് 15 16 താഴാം, ഉത്തർപ്രദേശിന് 80 എന്നത് 120 130 കൂടാം. അങ്ങനെ വടക്കേ ഇന്ത്യൻ തെക്കേ ഇന്ത്യൻ തമ്മിലുള്ള വ്യതിയാനം പൂർണ്ണമാകുന്ന തരത്തിൽ ഒരു ഭേദഗതി വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അതിനും പഴി കേൾക്കേണ്ടി വരുന്നത് കോൺഗ്രസ് ആയിരിക്കും. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നല്ല അവസരം നൽകിയല്ലോ, എന്നിട്ട് നിങ്ങളത് ഉപയോഗിക്കാഞ്ഞിട്ട് ഇനി ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്തേ കാര്യം എന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ വെട്ടിലാക്കുകയാണ്, വീഴ്ത്തുകയാണ് മോദി ചെയ്തത്. അത് മനസ്സിലാക്കാനുള്ള ശേഷി കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാതെ പോയി. ശ്രീജിത്ത് പണിക്കർ ഇതേക്കുറിച്ച് പറഞ്ഞതുകൂടി കേൾക്കുക. നിലവിലത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ അനുസരിച്ച് പ്രൊറേറ്റ ബേസിസിൽ ഒരു സീറ്റ് വർധന എന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ഇതിന്റെ ഡിസ്കഷൻ വരുന്ന സമയത്ത് അവസാന ഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏറ്റവും മികച്ച ഒരു ഓഫറാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയത്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് 1 മണിക്കൂർ സമയം നിങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങൾ ഈ ആവശ്യപ്പെട്ടിരിക്കുന്ന 50% പ്രൊറേറ്റ ബേസിസിലുള്ള വർധനവ് ഞാൻ പോയി ഡ്രാഫ്റ്റ് ചെയ്ത് ഈ ബില്ലിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് നൽകാം. അതായത് ഗവൺമെൻറ്റിൻ്റെ ഇൻ റൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ ഇത് നൽകാം എന്ന് പറഞ്ഞു. സത്യത്തിൽ അതിനെ സ്വീകരിക്കുകയായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ സീറ്റുകളിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വർധനവുണ്ടാകും, ഒരു സംസ്ഥാനത്തിനും നഷ്ടമുണ്ടാവില്ല, അവരുടെ ലോക്സഭയിലെ നിലവിലുള്ള എത്ര ശതമാനം ഷെയർ ഉണ്ടോ ആ ഷെയറിൽ വ്യത്യാസമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സഭയിൽ കേവല ഭൂരിപക്ഷം അച്ചീവ് ചെയ്യുന്നതിന് നിലവിൽ എത്ര പ്രയാസമുണ്ടോ അതേ പ്രയാസം അതേപോലെ നിലനിൽക്കും. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും സഖ്യകക്ഷികളുടെയും പ്രാധാന്യം നഷ്ടപ്പെടുകയില്ല. ഇതെല്ലാം തന്നെ പ്രൊറേറ്റ ബേസിസിലുള്ള വർധനവിൽ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചു എന്നുള്ള ഒരു മേനി നടിക്കുന്നതിന് പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ആ ഓഫർ അവർ സ്വീകരിച്ചില്ല. പകരം അമിത്ഷാ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ നിർദ്ദേശത്തിനെ പ്രതിപക്ഷം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും താല്പര്യത്തിലുള്ള, എല്ലാ സംസ്ഥാനങ്ങളുടെയും താല്പര്യത്തിലുള്ള ഒരു പ്രൊപ്പോസലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഒരൊറ്റ പ്രതിപക്ഷ കക്ഷിയും അതിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറായില്ല. അതോടുകൂടി ഈ വനിതാ സംവരണ ബിൽ പരാജയപ്പെടുന്നു. ഇത് പരാജയപ്പെട്ടതോടുകൂടി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുണ്ടായിരിക്കുന്ന നഷ്ടത്തിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇതുകൊണ്ട് BJPക്ക് ഉണ്ടാകുന്ന ഗുണം, ഒന്ന്, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഭരണത്തിൽ നൽകാനുള്ള അവരുടെ താല്പര്യം, അത് നേരത്തെയാക്കാനുള്ള അവരുടെ താല്പര്യം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി എതിർത്ത് നിന്ന് പരാജയപ്പെടുത്തി എന്നതുകൊണ്ട് തന്നെ തങ്ങളാണ് സ്ത്രീ സൗഹൃദ നയങ്ങളുള്ള പാർട്ടിയെന്നും മറ്റുള്ളവരെല്ലാം സ്ത്രീ നയവിരുദ്ധരാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് പല തെരഞ്ഞെടുപ്പുകളുടെയും ഭാഗമായിട്ടും ജനറലായിട്ടും BJPക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ള ഒരവസരമാണ് കിട്ടിയത്. ഇനി അത് കൂടാതെ 2026-27 സെൻസസ് പൂർത്തീകരിച്ച് ഡീലിമിറ്റേഷൻ പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സമയത്ത് പല സംസ്ഥാനങ്ങളും ഞങ്ങളുടെ പ്രാതിനിധ്യം കുറഞ്ഞു എന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്ന സമയത്ത്
അതിനെ പരിഗണിക്കേണ്ടുന്ന ആവശ്യം പോലും BJPക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം ഞങ്ങൾ നേരത്തെ നിങ്ങളോട് 50% പ്രോറേറ്റ ബേസിസിൽ വർധനവ് തരാം എന്നൊരു ഓഫർ മുന്നോട്ട് വെച്ചിരുന്നപ്പോൾ നിങ്ങൾ തന്നെയാണത് വേണ്ട എന്ന് പറഞ്ഞത്. പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ അടിസ്ഥാനത്തിൽ, അടുത്ത സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ഡീലിമിറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞങ്ങൾക്ക് സീറ്റ് മതി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കും. ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെ കാരണത്താലാണോ നിലവിൽ ഈ ബില്ലിനെ എതിർത്തത്, ആ കാരണങ്ങളെല്ലാം തന്നെ കൊണ്ട് സീറ്റുകൾ നഷ്ടപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും നിലവിൽ പ്രതിപക്ഷത്തിന് അധികാരമുള്ള പല സംസ്ഥാനങ്ങളിലും നടക്കാൻ പോകുന്നത്.